ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ പൗലോസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജി മുക്കാടൻ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ, മറ്റ് മത, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക രംഗത്തെ പ്രഗത്ഭരായ വേദിയിലുള്ള വ്യക്തിത്വങ്ങളെ, എന്നെ ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, 2018 നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു പ്രകൃതിക്ഷോഭത്തിന് ഇരയായ ഒരു വർഷമായാണ് നാം കണക്കാക്കുന്നതും നാം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ദൈവാനുഗ്രഹത്താൽ നമ്മുടെ നാട് അതിൽ നിന്നും ഒരുപാട് ജീവനുകളും മറ്റു വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ജീവനോപാധികളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബാക്കിയുള്ള ജനത ഒരുവിധം അതിനെ റിക്കവർ ചെയ്ത് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് നാമും നമ്മുടെ നാടുമുള്ളത്. 2018 ഓഗസ്റ്റ് മാസത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ അതിദാരുണമായ പ്രകൃതിക്ഷോഭത്തിൻ്റെ ലക്ഷണങ്ങൾ ഏകദേശം ഒരു മാസമൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ വിവിധ രൂപത്തിലും ഭാവത്തിലുമൊക്കെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയും നമുക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. അക്കാലഘട്ടത്തിൽ അതിനാവശ്യമായ റെസ്ക്യൂ ആൻഡ് റിലീഫ്, അതിനെ മനുഷ്യസഹജമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ നേരിടുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണമെന്ന് എല്ലാ ആളുകളും പറയുകയൊക്കെ ചെയ്യുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും സാധ്യമായ രീതിയിൽ ഈ പ്രളയക്കെടുതി ജനങ്ങളെ നേരിടുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ കഴിവിനനുസൃതമായി അത് നേരിടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുണ്ടായി. 1000-ഓളം ആളുകൾക്കാണ് എറണാകുളം ജില്ലയിൽ വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതമായ കാര്യങ്ങൾ എന്താണോ അതിനുള്ള ട്രെയിനിങ്ങുകൾ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ടും SDPI ഒക്കെ തയ്യാറെടുത്തു, പക്ഷെ മഴ വന്നു, മഴയുടെ വാങ്ങി പോയി എന്ന് ഞങ്ങൾ കളിയാക്കിയ ചില ആളുകളൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെയും നമ്മുടെ ദുരന്ത ഭൂമിയിലേക്ക് വീണ്ടും നാം വരികയാണ് ഉണ്ടായത്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള റിഹാബിലിറ്റേഷൻ വർക്കുകളിൽ ആദ്യം അവർക്ക് റെസ്ക്യൂ റിലീഫും ചെയ്തു, അവരെ പുനരധിവസിപ്പിച്ചു, പിന്നെ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു, അതിനുശേഷം അവർക്ക് ആവശ്യമായ തൊഴിലുപകരണങ്ങളും അൽഹംദുലില്ലാ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃത്യമായി നൽകുവാൻ നമുക്ക് സാധിച്ചു. മൂന്നാമത്തെ ഘട്ടം എന്ന നിലയിൽ വീടുകൾ പോയ ആളുകൾ, അങ്ങനെ വീടുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വീടുകളുടെ റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുത്തു. പിന്നെ സ്ഥലമുണ്ട്, വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ പുതുതായി പണിതു കൊടുക്കുവാനുള്ള സ്റ്റേറ്റ് പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഇടുക്കി ജില്ലയിലേക്ക് ഇവിടെയുള്ള പ്രവർത്തകന്മാർ ഈ ജില്ലയിൽ വന്നിട്ടുള്ള ഈ മഹാദുരന്തത്തിന്റെ ഭീകരതയെക്കുറിച്ച് പറയുകയും ഈ ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന നേതൃത്വം ഈ ജില്ല സന്ദർശിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ ജില്ല സന്ദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, മറ്റ് ജില്ലകളിൽ സംഭവിച്ചിട്ടുള്ളത് വെള്ളപ്പൊക്ക കൊടുതികൾ കൊണ്ടുണ്ടായ ചെറിയ നാശനഷ്ടങ്ങളാണെങ്കിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവരുടെ ലാൻഡ് അടക്കം, അവർ അധിവസിക്കുന്ന ഭൂമി അടക്കം ആണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാവുകയും ആ വിഷയം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരികയും അങ്ങനെ ഈ കേരളത്തിൽ പണിയുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ഇടുക്കി ജില്ലയ്ക്കാകണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ലീഡേഴ്സൊക്കെ
ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. നമ്മൾ ചെറുതോണി നമ്മൾ വന്നു നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു സന്നദ്ധ സംഘടനയ്ക്കോ രാഷ്ട്രീയ സംഘടനകൾക്കോ നൽകിയാൽ തീരുന്നതിനപ്പുറമുള്ള രാജ്യത്തിന്റെ സർക്കാരുകൾക്ക് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് അനവധി കോടി രൂപയുടെ ജീവനഷ്ടങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങളുമാണ് നമുക്കുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എങ്കിലും അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന മാതിരി ഓരോരുത്തരുടെയും അവരുടെ കഴിവുകൾക്കനുസരിച്ച് നമ്മൾ ഈ ജില്ലയ്ക്ക് പരമാവധി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ തടിയമ്പാട്, അതുപോലെ ഇതിന് സൗറൗണ്ട് ഒരുപാട് സന്ദർശിച്ച് നമുക്ക് ബോധ്യപ്പെട്ടു ഇവിടെ ഏറ്റവും കൂടുതൽ ദുരന്തം നേരിട്ടൊരു ഭൂമി നമ്മുടെ ചെറുതോണിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അതിനടുത്ത് ഏറ്റവും നല്ലൊരു ഭൂമി വാങ്ങി ഇവിടെയുള്ള കുറെ ആളുകളെയെങ്കിലും പുനരധിവസിപ്പിക്കേണ്ടത് ഒരു മനുഷ്യന്റെ കടമയാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പദ്ധതികളുമായി മുന്നോട്ട് വന്നു. അൽഹംദുലില്ലാ, ഇവിടെയുള്ള ജനങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചു. 1.5 ഏക്കർ സ്ഥലം ഇവിടെയുള്ള ഒരു സഹോദരൻ നമുക്ക് വിലയ്ക്ക് നൽകുകയുണ്ടായി. അങ്ങനെ 1.5 ഏക്കർ സ്ഥലം ഇപ്പോൾ നമ്മൾ വിലയ്ക്ക് ഹിൽ വാലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നമ്മൾ വാങ്ങി. നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന നിലയ്ക്ക് നമ്മൾ 30ഓളം വീടുകളാണ് നമ്മൾ അവിടെ നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 30ഓളം വീടുകളുടെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ 10 വീടുകളുടെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. 2ാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ കാണുന്നത് അവിടെ നമ്മളൊരു കമ്മ്യൂണിറ്റി സെന്റർ നമ്മൾ അവിടെ നിർമ്മിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി സെന്ററിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കമുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ കഴിവുകൾക്കനുസൃതമായ തൊഴിൽ പരിശീലനങ്ങൾ നേടിക്കൊടുക്കുക എന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ തൊഴിൽ പരിശീലനങ്ങളോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസപരമായ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ അവരുടെ കഴിവുകൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ രീതിക്കും അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കണമെന്ന് നമ്മൾ കാണുന്നു. അതുപോലെ സാമൂഹിക സുരക്ഷാ മാർഗങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായി അവർ പാലിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ നമ്മൾ 2ാം ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുകയാണ്. നമുക്കിവിടെ കാണിച്ചിട്ടുള്ള പോസ്റ്ററുകൾ ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 3ാം ഘട്ടം എന്ന നിലയിൽ ബാക്കിയുള്ള 20ഓളം വീടുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വീടുകളുടെ പണികൾ പൂർത്തീകരിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രൊജക്ട്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റിൽ നടക്കുന്ന പ്രൊജക്ടുകളിൽ ഏറ്റവും വലുത്, ഒരൊറ്റ സ്ഥലത്ത് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഇടുക്കിയിൽ വേണമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് ഈ പരിപാടികളും ഇതുമായുള്ള ബന്ധപ്പെട്ട രീതികളും ഒക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രളയകാലത്ത് കേരളത്തിലെ ഏറ്റവും അധികം ദുരന്തം ബാധിച്ച ജില്ലകളിലൊന്നായി ഇടുക്കി ജില്ലയെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പ്രളയബാധിത കാലത്ത് സംസ്ഥാനത്തെ ആ പ്രദേശങ്ങളെല്ലാം ഞങ്ങൾ പോയി കണ്ടിരുന്നു. മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഭിന്നമായി തിരിച്ചു കയറി നടുനിവരാൻ ഏറ്റവും പ്രയാസപ്പെട്ട ജില്ലയായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇടുക്കി ജില്ലയാണ്. അതുപോലെ പ്രയാസപ്പെട്ട മറ്റൊരു ജില്ലയാണ് വയനാട് ജില്ല. അതുകൊണ്ട് പോപ്പുലർ ഫണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രയോറിറ്റിയിലേക്ക് ഈ 2 ജില്ലകളെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സംസ്ഥാനം മുഴുവനും വിറങ്ങലിച്ചു നിന്ന ഒരു സമയമായിരുന്നു. മനുഷ്യർ മുഴുവനും നിസ്സഹായമായ ഒരു ഘട്ടമായിരുന്നു. അവിടെ നമ്മുടെ എല്ലാവരുടെയും
വേദനയും പ്രയാസവും ഒന്നായി മാറി. ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരുപോലെയായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇത്തരം വലിയ പ്രകൃതി ദുരന്തം സുനാമി കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കാവുന്ന അത്ര വലിയ ദുരന്തമായിരുന്നു നമ്മൾ നേരിട്ടത്. അങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു അതിനെ അഭിമുഖീകരിച്ചത്. ആ സമയത്ത് നമുക്ക് സംഘടനയോ ജാതിയോ മതമോ ഒന്നും നമുക്കിടയിൽ പ്രശ്നമായിരുന്നില്ല. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആ വന്ന ഘട്ടത്തിലുണ്ടായി നമ്മൾ കാണിച്ച ഐക്യവും നമ്മൾ കാണിച്ചിട്ടുള്ള സൗഹൃദവും ഒക്കെ പതുക്കെ പതുക്കെ പിന്നോട്ട് പോകുന്ന അവസ്ഥയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യം മുഴുവനും മാത്രമല്ല ലോകം മുഴുവനും കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമായി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഒരു ചെറിയ പ്രസ്ഥാനമാണ്, വളരെ കുറഞ്ഞ പ്രവർത്തകരുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ചെയർമാൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ സഹായിക്കാൻ ചെറുതെങ്കിലുമായ സഹായം സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഫണ്ട് പിരിവുകൾ നടത്തി. ഒരു കാലത്ത് നമ്മൾ ആസാമിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ബീഹാറിലുമൊക്കെയുള്ള പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായങ്ങൾ അങ്ങോട്ട് എത്തിച്ചിരുന്ന ആളുകളായിരുന്നു. തമിഴ്നാട് അടുത്ത കാലത്തുണ്ടായിരുന്ന പ്രളയത്തിൽ കേരളത്തിൽ നിന്ന് ധാരാളം സഹായങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്ന പദ്ധതി, ആ പദ്ധതിയിലെ ആദ്യത്തെ 10 വീട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ SDPI ആണ്. 50 ലക്ഷം രൂപ നൽകിയിട്ട്. ഒരു അനുഭവം ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ ചെന്നപ്പോ ഒരു പ്രവർത്തകൻ പറഞ്ഞു, ഈ പ്രളയത്തിന്റെ സമയത്ത് പള്ളിയിൽ ബക്കറ്റ് കളക്ഷൻ നടത്തുകയാണ്. അപ്പോ പോപ്പുലർ ഫണ്ടിന്റെ ബാനർ കണ്ടപ്പോ, സാധാരണ വെള്ളിയാഴ്ച ദിവസം പള്ളിക്ക് ചുറ്റും കലക്ഷന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇരിക്കും. ആ കൂട്ടത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു സ്ത്രീ അവർക്ക് കിട്ടിയ പണം മുഴുവനും ആ ബക്കറ്റിലേക്ക് ഇട്ടു. അവരുടെ അന്നത്തിന് വേണ്ടി അന്ന് പിരിവെടുത്ത പണം മുഴുവനും പോപ്പുലർ ഫണ്ടിന്റെ ബക്കറ്റിലിട്ടു. ഞാനിത് പറയുന്നത്, അങ്ങനെയുള്ള പലരും ഇതിനു മുമ്പും വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള മുഴുവൻ ഫണ്ടുകളും അർഹരായ ആളുകൾക്ക് അർഹമായ വിധം എത്തിച്ചു കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്. ഇത്തവണ വളരെ വലിയ സംഖ്യയൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് 6 കോടി രൂപയോളമാണ് ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ ഇനത്തിൽ നമുക്ക് ഓഫറായിട്ട് വന്നിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് 75 വീടുകൾ പൂർണ്ണമായും 105ഓളം വീടുകൾ തകർന്നത് ഭാഗികമായും പുനരുദ്ധരിക്കാൻ നമുക്ക് പദ്ധതിയിട്ടു. ഏറെക്കുറെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഇതിന് പുറമെ
ജീവിതോപാധി നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ചെറിയ ചെറിയ ജീവിതോപാധികൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ വസ്ത്രങ്ങളും മറ്റ് അതുപോലെ ഉള്ള ഗൃഹോപകരണങ്ങളും ഏതാണ്ട് 6-7 കോടി രൂപയിലധികം വരുന്ന വിഭവങ്ങൾ സമാഹരിച്ചിട്ട് ആ സമയത്ത് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ചെറിയ സംഘടന എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ളത് അത് ജാതിയോ മതമോ പാർട്ടിയോ പരിഗണിക്കാതെയാണ് ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് നോക്കിയപ്പോ നമ്മൾ പോയിട്ടുള്ള പ്രദേശം ചെറുതോണി പ്രദേശത്തായിരുന്നു ഞങ്ങൾ ആദ്യം ചെന്നിരുന്നത്. അവിടെ ഒരു ശരിക്ക് പ്രളയമുണ്ടായ സമയത്ത് സാധാരണ ആസാമിലൊക്കെ കേൾക്കാറുണ്ട് നദി ഗതി മാറി ഒഴുകാന്ന്. അതേപോലെ ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു. അവിടെ മൊത്തം നഷ്ടപ്പെട്ടവരും. അവരെ കണ്ടുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ അവിടുന്ന് തീരുമാനിച്ചത് ഈ ആളുകളെ എവിടെയെങ്കിലും ഒന്ന് പുനരധിവസിപ്പിക്കണം. ആ പ്രദേശത്തുകാരെയാണ് ആദ്യം ഞങ്ങൾ പരിഗണിച്ചത്. അതനുസരിച്ച് തന്നെ അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏതാനും അപേക്ഷകൾ 1-ാം ഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അതുപോലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകളും ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള സൂചിപ്പിച്ച് തന്നിട്ടുള്ള ആളുകളെ ഇതിലേക്ക് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. 10 അപേക്ഷകൾ പരിഗണിച്ചിപ്പോ ആദ്യഘട്ടത്തിൽ നൽകുകയാണ്. തീർച്ചയായും ബാക്കിയുള്ള ആളുകൾക്ക് 20 വീടുകൾ കൂടി ഞങ്ങളതിൽ പദ്ധതി ഇടുന്നുണ്ട്. ഏറ്റവും അർഹമായ ഇങ്ങനെ പ്രളയത്തിന്റെ ദുരന്തം ഏറ്റിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ധാരാളം ആളുകൾ ഇവിടെ ആശംസാ പ്രസംഗത്തിന് വന്നിട്ടുണ്ട്. ചെയർമാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒറ്റ കാര്യമേ ജനപ്രതിനിധികളോട് പറയാനുള്ളൂ. നമ്മളെല്ലാവരും കൂടി കൂട്ടായിട്ടാണ് ഈ ഒരു പ്രളയത്തെ നേരിട്ടത്. ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതിക്ക് അതിൻ്റെ റോഡ്, അതുപോലെയുള്ള വൈദ്യുതി, അതുപോലെ ജലം പോലുള്ള സംഗതികളിലൊക്കെ ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടാവും. അത്തരം സംഗതികളിലൊക്കെ താമസം വിനയില്ലാതെ സാധ്യമാവുന്ന രീതിയിൽ ഇതിനുള്ള സഹായങ്ങൾ നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നാട്ടുകാരോട് പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ ആസ്ഥാനമായിട്ടല്ല കണക്കാക്കേണ്ടത്. അത് നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോ വ്യക്തിക്കും 2 ബെഡ്റൂമുള്ള 550 സ്ക്വയർ ഫീറ്റുള്ള ഒരു നല്ല വീട്, ഒരു ടെറസ് വീട് 3 സെന്റ് ഭൂമിയോടൊപ്പം ആധാരം ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തെ പണി ഒരു 6 മാസം കൊണ്ട് പൂർത്തിയാക്കി ഓരോരുത്തർക്കും കൈമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കക്ഷിഭേദമന്യേയുള്ള സഹായങ്ങളും സഹകരണങ്ങളും. ചെറിയൊരു പ്രസ്ഥാനമാണ്, കുറഞ്ഞ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ, ചെറിയ ശേഷി മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഞങ്ങൾക്കുണ്ട്, സന്നദ്ധതയുണ്ട്, മുന്നിൽ നിന്ന് പണിയെടുക്കാനുള്ള മനസ്സുണ്ട്. അതിൽ നിങ്ങൾ കൂടെ നിന്ന് തരണമെന്ന് മാത്രമാണ് വിനയത്തിന്റെ ഭാഷയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുപോലെ ഏത് സന്ദർഭങ്ങളിലും മനുഷ്യത്വപരമായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട്. മനുഷ്യൻ, നമ്മളാരും ഇവിടെ ശാശ്വതമായിട്ട് ജീവിക്കുന്നവരല്ല. ദൈവത്തിൻ്റെ വിളി എപ്പോഴാണോ വെളുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ടതാണ്. ആ ഒരു സമയത്ത് മനുഷ്യബന്ധങ്ങൾ നന്നായി തീരാനും സൗഹൃദങ്ങൾ നന്നായി തീരാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മതവും നമ്മുടെ സംഘടനകളും ഒന്നും തന്നെ അന്തിമമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ഒരു സ്ഥായിയായ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അകൽച്ചകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറരുത്. മറിച്ച് ഒരു നല്ല കൂട്ടായ്മയും, കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോലെ കഴിഞ്ഞുകൂടുന്ന സംസ്ഥാനമാണ്. ഇവിടെ പലപ്പോഴും വിദ്വേഷത്തിൻ്റെതായ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രാജ്യത്തിൻ്റെ ജനങ്ങളെ പരസ്പരം ചേരി തിരിച്ചു കൊണ്ടിരിക്കുന്ന
ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമായി രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളെ നമ്മൾ തിരിച്ചറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വർഗീയമായ കാഴ്ചപ്പാടും ഇന്നേ വരെ വെച്ച് പുലർത്തില്ല. പക്ഷെ ഒരു നിലപാടുണ്ട്, രാജ്യവിരുദ്ധമായ സംഘപരിവാര ശക്തികളോട് ഇന്ന് വരെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നിലപാട്. അല്ലാത്ത ഒരു വിഭാഗത്തോടും പോപ്പുലർ ഫ്രണ്ടിന് യാതൊരു വിധത്തിലുള്ള അകൽച്ചയുമല്ല. യോജിച്ച് നിൽക്കേണ്ടവർ, രാജ്യത്തെ മർദ്ദിതർ, രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ, നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ, അവരുടെ സമുദ്ധാരണത്തിനും അവരുടെ ശാക്തീകരണത്തിനുമുള്ള ഒരു പ്രക്രിയയിലാണ് രാജ്യമെമ്പാടും ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള വില്ലേജുകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഗതിയില്ലാത്ത, വിദ്യാഭ്യാസം ലഭിക്കാത്ത വലിയൊരു സമൂഹമുണ്ട്. അവർക്കിടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവുമായ സാംസ്കാരികവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഈ 2 പതിറ്റാണ്ടിലധികമായി രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ, സമൂഹത്തിൽ ആരും കൈപ്പിടിക്കാനില്ലാത്ത വിഭാഗങ്ങളെ കൈത്താങ്ങായി നിൽക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചെറിയ സംഘം ഏർപ്പെട്ടിട്ടുള്ളത്. ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ദുർബലമായ ഒരു സമൂഹത്തിന് എല്ലാ സമയത്തേക്കും അവിടെ കിടത്തി ഉറക്കുന്ന ഒരു പാലിയേറ്റീവ് രീതിയല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെത്. ഉണർന്നിരുന്നു കൊണ്ട്, അധ്വാനിച്ചുകൊണ്ട് സ്വന്തം വഴി കണ്ടെത്താനുള്ള ഒരു ആത്മവിശ്വാസം സമൂഹത്തിലെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ടാണ്, ദീർഘകാല പദ്ധതിയുമായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുക. ദൂരെ നിന്നുകൊണ്ട് കാഴ്ചക്കാരായി നിൽക്കാൻ. നമുക്ക് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കക്ഷിവ്യത്യാസമന്യേ, സംഘടനാ വ്യത്യാസമന്യേ, മതവ്യത്യാസമന്യേ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ നാടും നമ്മുടെ നാടിൻ്റെ ഐക്യവും നമ്മുടെ നാടിൻ്റെ സൗഹൃദങ്ങളും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. നന്മയിൽ പരസ്പരം സഹകരിക്കാൻ കഴിയേണ്ടതുണ്ട്. നന്മ നാട്ടിൽ വളർത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം ഒരു വേദിയായി തീരട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട്, സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ മഹത്തായ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സന്നിധരായി വന്നിട്ടുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള സമുന്നതരായ നേതാക്കന്മാർക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ദുരിതമനുഭവിച്ച ജില്ലയിൽ നിന്ന് കേരളത്തിൽ വ്യാപകമായി നടന്ന ദുരന്തം, ആ ദുരന്തത്തില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെ ദുരന്തമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റെസ്ക്യൂ ടീം, RG ടീം എന്നുള്ള പേരിൽ വിദഗ്ധമായ പരിശീലനം, അതിൽ കടലിൽ പോണ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മരം വെട്ടുന്ന ആളുകൾ, ഇലക്ട്രിക് വർക്കുകൾ, അങ്ങനെ ടെക്നിക്കൽ വർക്കുകൾ അറിയാവുന്ന വിദഗ്ധരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നീന്തൽ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ളവര് ഇങ്ങനെ പല വിഭാഗങ്ങളെ ഒന്നിച്ചിരുത്തി അവർക്ക് 1-2 ദിവസം നൽകിയ പരിശീലനം, അന്ന് ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ പലരും ഞങ്ങളെ അന്ന് ആക്ഷേപിച്ചു. ഇങ്ങനെ നിങ്ങൾ പരിശീലനം കൊടുത്താൽ നിങ്ങൾക്ക് ഇതെവിടെ നിന്നാണ്, നാസയിൽ നിന്നാണോ വിവരം കിട്ടിയെന്നൊക്കെ ചില ആളുകൾ ചോദിച്ചിരുന്നു. പക്ഷെ എങ്കിലും 10,000-ലധികം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അത് സാധിച്ചു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമാണ്. ഇവിടെ ഈ ജില്ലയിൽ തന്നെ പ്രളയ ക്യാമ്പുകൾ, 14 ക്യാമ്പുകളിലെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ കേരളത്തിലെ മൊത്തം 8 കോടി രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ, ഉപകരണങ്ങളാണ് പാർട്ടി ഇവിടെ വിതരണം ചെയ്തത്. ഇതൊന്നും പാർട്ടിയുടെ കയ്യിൽ നിന്ന് കൊടുത്തതാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പാർട്ടിയെ സഹായിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ഇതര രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകള്, ഇതര സംസ്ഥാനത്തെ ആളുകളൊക്കെ വളരെ സജീവമായി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ടും 8 കോടി രൂപയുടെ ഉപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളുമാണ് കേരളത്തിൽ വിതരണം ചെയ്തത്. ഇപ്പോഴും അതിന്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോഴും ചില പ്രോജക്റ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടുക്കി മണ്ഡലത്തിൽ മാത്രം 16 ലക്ഷം രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഇവിടെ ആംബുലൻസ് സർവീസ് ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ വെള്ളത്തൂവലില് മമ്മൂട്ടിയുടെ ഭാര്യ കുട്ടി അവര് ഇപ്പോഴും അവരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. ദിവസങ്ങളോളം SDPIയുടെ പ്രവർത്തകര് രാപകലില്ലാണ്ട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒപ്പം നിന്നുകൊണ്ട് നടത്തിയ അധ്വാനം, അതിൽ തന്നെ പലർക്കും പല രീതിയിലുള്ള പനികൾ പിടിച്ചു, രോഗങ്ങൾ പിടിച്ചു. നിഫ വൈറസ് പോലെയുള്ള അതിഭയങ്കരമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ കോഴിക്കോട് പ്രദേശത്തുള്ള പ്രവർത്തകര് ധൈര്യസമേതം ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിനും അവരുടെ വീടുകൾ സന്ദർശിക്കുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനുമൊക്കെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകര് വളരെ സജീവമായി നിന്നു. അങ്ങനെ പലർക്കും പലവിധ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള തിരിഞ്ഞുനോട്ടമോ സഹായമോ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സംഭവം. നമുക്കുള്ള വീട്ടിൽ അല്പം വെള്ളം കയറിയാൽ അല്ലെങ്കിൽ ചെറിയൊരു അസൗകര്യം വന്നാൽ താമസം വളരെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഏതാണ്ട് 7 മാസമായിട്ട് വീടില്ലാതെ കുറച്ച് ആളുകൾ ഇങ്ങനെ ദുരിതത്തിൽ കഴിയുക. അപ്പം അവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ സംഘടനയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പ്രത്യേകതയുള്ളത് പലരുടെയും സ്ഥലത്ത് ഇപ്പോൾ വീട് വയ്ക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അടുത്ത പഞ്ചായത്തിലും അതുപോലെ തന്നെ അടുത്ത ജില്ലയിലും ഒക്കെ നമ്മൾ വീട് വെച്ച് കൊടുക്കണം. ഞാനിങ്ങ് പോരും വഴി ഉഴവൂര് ഒരു സന്നദ്ധ സംഘടന 1.5 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. അവിടെയും വീട് പണിത് കൊടുക്കുന്നത് കുറേ ആളുകൾക്ക് ഇടുക്കി ജില്ലക്കാർക്കാണ്. അവർക്ക് വേണ്ടി ഒരു കത്ത് തയ്യാറാക്കി കൊടുത്തിട്ടാണ് ഇങ്ങ് പോകുന്നത്. അപ്പോൾ പല സംഘടനകളും വളരെ സജീവമായിട്ട് ഈ കാര്യങ്ങളുമായിട്ട് നിൽക്കുകയും നമ്മളെ സമീപിക്കുന്നവരെയൊക്കെ അവരെ ഏത് രീതിയിൽ സഹായിക്കാവോ ആ രീതിയിലെല്ലാം സഹായിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയായിട്ട് സഹകരിച്ചുകൊണ്ട് 100 വീടുകൾ പണിയാനുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി വരികയാണ്. നടപ്പിലാക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. അതും നടപ്പാക്കുന്നത് ചെറുതോണി തന്നെയാണ്. ചെറുതോണി പ്രദേശത്ത് ഇപ്പോഴും ഇലക്ട്രിസിറ്റി ബോർഡ് ക്വാർട്ടേഴ്സിൽ കുറേ അധികം സാധുക്കൾ ജീവിക്കുക. അപ്പം അവർക്കെല്ലാം സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം നമുക്ക് നടത്തി കൊടുക്കണം. അതിനുവേണ്ടി വളരെ നന്മ നിറഞ്ഞ ഹൃദയത്തോടെ കടന്നു വന്ന ഈ സംഘടനയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഇവിടെ ആണ് അതിന് പറ്റിയ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ഇവിടെയാണ് കൂടുതൽ ആളുകൾ ദുരിതം അനുഭവിച്ചത് എന്ന് സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനുവേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്തത് വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, വീടുകളൊക്കെ പണിയുമ്പോൾ ചില തടസ്സങ്ങളെല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ട് പണിയുന്ന പ്രദേശമാകുമ്പോൾ അവിടെ ഒരു അഡീഷണൽ റോഡ് വേണ്ടി വരും ചിലപ്പോൾ. അതുപോലെ തന്നെ കുടിവെള്ളം വേണ്ടി വരും. അതിനും വേണ്ട സംവിധാനങ്ങൾ പഞ്ചായത്തുകളുടെ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കും. എല്ലാ കാര്യങ്ങളോടും വളരെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. നിങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരുടെ ഒരു ജോലി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സന്തോഷമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ദുഃഖം കടന്നു വരാം, ദുഃഖമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും സന്തോഷവും കടന്നു വരാം. മാറ്റമില്ലാത്ത കാര്യമാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ മുമ്പോട്ട് പോകണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ സ്നേഹത്തോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. 1.5 ഏക്കർ സ്ഥലത്ത് 30 കുടുംബങ്ങൾക്ക് ഒരു ജീവിതകാലം മുഴുവൻ തങ്ങൾ നേടിയത് മുഴുവനും നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവിധ പ്രതീക്ഷകളും അസ്തമിച്ച് ജീവിതം മുമ്പെന്നത്തേക്കാളും നിസ്സഹായമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവദൂതന്മാരെ പോലെയാണ് നിങ്ങൾ കടന്നു വന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിക്കുന്നു. ഇവിടെ 2 പേര് പറഞ്ഞപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും ഞങ്ങളൊരു ചെറിയ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു. നിങ്ങളത്ര ചെറുതൊന്നുമല്ല. നിങ്ങൾ അത്ര ചെറുതായിട്ടല്ല പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടെ കടന്നു വരികയും മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു.
ഒരുപക്ഷെ കേരളത്തിലെ തന്നെ വലിയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വളരെ മനുഷ്യത്വപരമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിൽ ഞങ്ങളുടെ നാടിൻ്റെ ഹൃദയം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. 1.5 ഏക്കർ സ്ഥലത്ത് ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ് നിങ്ങൾ നിർമ്മിച്ചു നൽകുക. 3 സെന്റ് സ്ഥലവും അവിടെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടും ഒരാൾക്ക് ലഭിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങളുടെ സ്വപ്നമെന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു വീട് ലഭ്യമാവുക എന്നുള്ള കാര്യത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ കഴിയുന്നു എന്നുള്ള വലിയ ദൈവികമായ പ്രവൃത്തി തന്നെയാണ്. പ്രളയം നമുക്കറിയാം എല്ലാം തകർത്ത് കളഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ ട്രസ്റ്റിന്റെ പേര് തന്നെ വളരെ ഗ്രഹാതുരതയുള്ളത്. ഹിൽവാലി എന്നുള്ള പേര് ഞങ്ങളുടെ നാടിനെ ചെയർമാനും പ്രസിഡന്റും ഒക്കെ കണ്ടു. മലകളും ചെറിയ കുന്നുകളും പുൽത്തകടികളും ഒക്കെ കൊണ്ട് അനുഗ്രഹീതമായ പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവനുമുള്ള മലനിരകളോട് കൂടിയ നാടാണ് ഞങ്ങൾ. പക്ഷെ പ്രകൃതി ഒന്ന് ചെറുതായിട്ട് അവളുടെ ഭാവം മാറിയപ്പോൾ ഞങ്ങളുടെ ജീവിതം വളരെ ദൗരന്തിക അവസ്ഥയിലേക്ക് മാറുകയാണ്. മനുഷ്യ നിലയിൽ നമ്മളൊക്കെ തന്നെ വളരെ ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും ഞാൻ ഇന്നത് ചെയ്യും, നാളെ ഞാൻ ഇന്നതായിത്തീരും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പ്രകൃതി ചെറുതായിട്ടൊന്ന് കലിതുള്ളുമ്പോൾ, പ്രകൃതി അവളുടെ ഭാവമൊന്ന് മാറ്റി ചവിട്ടുമ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ സഹായതയോടെ നിൽക്കുന്ന ആളുകള് ഈ വളരെ മനോഹരമായ ഞങ്ങളുടെ പ്രദേശത്ത് പ്രളയമെല്ലാം എടുത്ത് മനുഷ്യ ജീവനും അവരുടെ ജീവിതവും വീടും എല്ലാം അടക്കം എടുത്ത് കളഞ്ഞപ്പോ നിങ്ങളുടെ നേതൃത്വത്തിൽ 30 വീടുകൾക്ക് 30 കുടുംബങ്ങൾക്ക് അത്താണിയാവുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ പറ്റിയൊരു നല്ല രൂപരേഖയും നിങ്ങളുടെ കൈവശമുണ്ട്. അവിടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ തന്നെ ആരംഭിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ പരിശീലനവും തൊഴിലും ഒക്കെ നൽകാൻ കഴിയുന്ന വളരെ സമ്പന്നമായ ഒരു ഭാവനയോടുകൂടി നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയും ഒപ്പം ഞങ്ങളുടെ നാടിനെ തന്നെ ഇതിനെ തെരഞ്ഞെടുത്തത് വലിയ അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനം ചെറുതല്ല. നിങ്ങളുടെ മാനവികത കൊണ്ട്, നിങ്ങളുടെ മനുഷ്യത്വ പ്രവർത്തനം കൊണ്ട്, നിങ്ങൾ അർഹിക്കുന്നവരെ കരുണ ചെയ്ത് കൊടുക്കുന്ന നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് വളരെ സമ്പന്നമായ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ടും ഒപ്പം ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ചെറിയ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എത്ര കാര്യങ്ങളുണ്ടോ അതിന്റെ പരിപൂർണതയിലും ആത്മാർത്ഥതയോടെയും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ വലിയ സംരംഭത്തെ അതിനെ ഞങ്ങളൊക്കെ തന്നെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അതിനെ നമിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. അങ്ങനെ നിങ്ങളുടെ വലിയ പ്രവർത്തനങ്ങളുടെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മളെല്ലാം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട വഴികളെല്ലാം അടഞ്ഞു കിടന്നപ്പോൾ കോളേജിലെ നമ്മളവിടെ ഇത് തുറന്നു, ക്യാമ്പ് തുറന്നു, തേക്കന്തണ്ട തുറന്നു, തോപ്രാങ്കുടിയിലും അതുപോലെ പല പ്രദേശങ്ങളും മേലെ ചിന്നാറിലും ചെമ്പകപ്പാറയിലും ഒക്കെ തുറന്നപ്പോൾ നമുക്കറിയാം അവിടെ എല്ലാം ആവശ്യത്തിന് സാധനങ്ങളുമായി ഗവൺമെന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ നല്ല സന്നദ്ധ സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടി ആവശ്യത്തിന് മിച്ചം ഫുഡും വസ്ത്രവും പുതപ്പും കാര്യങ്ങളെല്ലാം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു.
അന്നൊരു വലിയ കൂട്ടായ്മയിലൂടെ നമ്മൾ ആ ദുരന്തത്തെ നമുക്ക് വളരെ ഭംഗിയായി നമുക്ക് ഫലപ്രദമായി നമുക്ക് നേരിടുവാൻ കഴിയും. ആ ദുരന്ത സമയത്ത് നമുക്കറിയാം, നമുക്ക് സുഭിക്ഷമായ ആഹാരവും താമസ സൗകര്യങ്ങളും ഭക്ഷണവും എല്ലാം നമുക്ക് കിട്ടി. പക്ഷെ അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വലിയ ഒരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മൾ മൈത്രി ഭവന പദ്ധതി തൊട്ട് EMS ഭവന പദ്ധതി തൊട്ട് ജവഹർ ഭവന പദ്ധതി തൊട്ട് മൈത്രി ഭവന പദ്ധതി ലൈഫ് പദ്ധതി തൊട്ട് അതുപോലെ തന്നെ PMAY പദ്ധതി തൊട്ട് ഒട്ടേറെ വീടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലൈഫിൽ നമ്മൾ ഏതാണ്ട് 286 വീടുകളാണ് ഈ പഞ്ചായത്തിൽ കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്കാകുന്നില്ല. പ്രളയത്തിൽ നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും നമുക്കറിയാം, കാർഷിക മേഖല നമ്മുടെ ഇവിടെ ഒട്ടേറെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ 3-4 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്താണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ളൊരു പഞ്ചായത്തിൽ SDPIയുടെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ കടന്നുവരവ് സ്വാഗതാർഹമാണ്. പക്ഷെ ഇനിയും വീട് കിട്ടാതെ ഒട്ടേറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പല രീതിയിൽ ഈ പഞ്ചായത്തിലേക്ക് വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വ്യക്തിപരമായി സ്പോൺസർ ചെയ്ത് കൊടുത്ത ഒട്ടേറെ വീടുകളുണ്ട്. ഒട്ടേറെ പേരുകൾ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെയൊക്കെ പല ക്ലബ്ബുകളുടെയൊക്കെ നല്ല ഇടപെടൽ കൊണ്ട് ഒട്ടേറെ വീടുകൾ ഇവിടെ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മുരിക്കാശ്ശേരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിങ്ങൾ തെരഞ്ഞെടുത്തതിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് വളരെ ഏറ്റവും നല്ല രീതിയിൽ അതൊരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു 1.5 ഏക്കർ സ്ഥലമെടുത്ത് അതിൽ 30 വീട്, അതിനകത്തൊരു കമ്മ്യൂണിറ്റി ഹാള്, അങ്ങനെ അടക്കം വളരെ പ്ലാൻഡ് ആയിട്ട് ഒരു പദ്ധതിയാണ്. അവിടെ എവിടെയും കുറച്ച് വീടുകളല്ല കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഒട്ടേറെ സഹായങ്ങൾ ത്രിതല പഞ്ചായത്തുകളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് റോഡ് വേണം, വൈദ്യുതി വേണം, വെള്ളം വേണം. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ട് ഈ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാനും വാഗ്ദാനം ചെയ്യുകയാണ്. നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ എനിക്കറിയാം, SDPIയുടെ എല്ലാ ആൾക്കാരുമായി തന്നെ താഴ്ത്തപ്പനാറിൽ എനിക്ക് ബന്ധമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഒട്ടേറെ കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. നല്ല മനസ്സുള്ള ഒരു വിഭാഗം ആൾക്കാരുമാണ്. നല്ല കാര്യങ്ങൾ നാടിൽ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സദാ ജാഗ്രതരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമുക്കറിയാം, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ ഞാൻ ഓർക്കുന്നു, ആദ്യത്തെ ബോഡി ഇപ്പോഴും നമുക്കൊരു ബോഡി ഇവിടെ രാജപുരത്ത് ഉരുള് പൊട്ടിപ്പോയ ഒരു ബോഡി നമുക്ക് ഇപ്പോഴും കിട്ടാറുണ്ട്. പക്ഷെ 2-3 ദിവസത്തെ തെരച്ചിൽ ആദ്യത്തെ ബോഡി കിട്ടിയപ്പോൾ ആ ബോഡിയുമായിട്ട് ആശുപത്രിയിലേക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് SDPIയുടെ ആംബുലൻസ് ആണ് ആദ്യമേ അവിടെ ഓടിയെത്തുന്നുള്ള കാര്യവും അഭിനന്ദനാർഹമാണ്. അങ്ങനെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ കൂട്ടായി നിന്നാൽ തീർച്ചയായിട്ടും ആരുടെയും സഹായം ഞങ്ങൾ സ്വീകരിക്കുന്ന ആടിന്. ആര് നല്ല കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ വാത്തുകുടി പഞ്ചായത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയുവാൻ ഞാൻ ആഗ്രഹിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കണം. നമുക്ക് ഇനിയും ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അവരിൽ അണ്ണാർക്കണ്ണനും തന്നാലായെന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അവരുടെ ഒരു വലിയ ഒരു ഇതാണ്. അപ്പം നമുക്കറിയാം, 30 പേര് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. 30 കുടുംബങ്ങൾ അവർക്കുണ്ടാകുമ്പോൾ എന്തു വലിയ പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ SDPIക്കാർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങളാണ് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. 1.5 ഏക്കർ സ്ഥലത്ത് 30 വീടുകൾ നൽകിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റിനാണ് അവരിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വീടിന് ഏകദേശം 6.5 ലക്ഷം രൂപയോളം അതിൻ്റെ കമ്മ്യൂണിറ്റി സെൻ്റർ അടക്കം 4 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഈ പ്രളയക്കെടുതിയിൽ അവര് ഈ പ്രദേശത്ത് ഒരുപാട് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഒരു സംഘടനയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ 2-3 ക്യാമ്പുകൾ ഇവിടെ തുറന്നു പോരാൻ നമുക്കറിയാം. ഒന്ന് രാജപുരത്തും അതുപോലെ തന്നെ നമ്മുടെ മുരിക്കാശ്ശേരി കോളേജിലും അതുപോലെ ചെമ്പകപ്പാറയ്ക്ക് അടുത്ത് ബദേലിലുമെല്ലാം
1000-ഓളം ആളുകളെയാണ് നമ്മളെല്ലാം അവിടെ പുനരധിവസിപ്പിച്ചത്. അത് നമുക്ക് ഒരു ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ട് ആളുകളാണ് അവിടെ വന്നത്. ഇപ്പം നോബിളിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒന്നും അവർക്ക് അറിഞ്ഞിരുന്നില്ല. ഒരു 4-5 ദിവസം പെയ്ത മഴയുടെ ഒരു കണക്ക് നോക്കിയാൽ നമുക്കറിയാം മറ്റ് ജില്ലകളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഒരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി ജില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശമായ വാത്തിക്കുടി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. ഒത്തിരി ഉരുൾപൊട്ടലുകളും കൃഷിനാശവും സംഭവിച്ച ആളുകളാണ് ഇവിടെയുള്ളത്. 7 പേര് മരണപ്പെട്ടു. അവരുടെ ഒരു ഭാഗികമായ അവയവങ്ങൾ പോലും ഇനി കിട്ടാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങൾ ചെയ്ത പോപ്പുലർ ഫ്രണ്ടിനെ എല്ലാം അഭിനന്ദിക്കുന്നതോടൊപ്പം വ്യാപാരി വ്യവസായി സമിതിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കയറി കിടക്കുവാൻ ഒരു വീട് അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ 3 സെന്റ് അല്ലെങ്കിൽ 4 സെന്റ് സ്ഥലം ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ നമ്മൾക്ക് ഇന്നും കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ കയറുവാൻ സാധിക്കുകയില്ല, വീട്ടിലേക്ക് കയറുവാനോ സാധിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ ഈ അടുത്ത മഴയത്ത് എൻ്റെ വീട് ഉരുണ്ട് താഴെ പോകും, ഞാൻ എന്ത് ചെയ്യും? ഒരു തരത്തിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം കിട്ടുന്നില്ല. കാരണം ചേച്ചിയുടെ വീട് പ്രത്യക്ഷത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ അവിടെ കയറി താമസിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾക്ക് നിയമത്തിൻ്റെ വശങ്ങൾ നോക്കാതെ നന്മയുടെ ഭാഗം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ നല്ല മനസ്സുമായി വന്ന സംഘടനകളെ ഏറെ സ്നേഹത്തോടെ മുരിക്കാശ്ശേരി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ പോകുമ്പോൾ കോളനികൾ പോലെ കൊടുക്കുന്ന ഒരു പ്രദേശമല്ല 16-ാം ഖണ്ഡത്തിനെ സംബന്ധിച്ചിടത്തോളം. 16-ാം ഖണ്ഡം ഭൂമാങ്കണ്ടം റോഡിന്റെ ഭാഗത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്ഥലം ആണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലത്ത് വീട് വയ്ക്കുന്നതിന് ഇപ്പോൾ ഇവര് ഓരോരുത്തരും പ്രസംഗിച്ചപ്പോൾ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയും ഏറ്റവും കൂടുതൽ ജനങ്ങൾ അടുത്തടുത്ത് താമസിക്കുകയും 10 സെന്റിലും 5 സെന്റിലും താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. എങ്കിൽ തന്നെയും ഇത്രയധികം നല്ല രീതിയിലൊരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട ഈ പ്രസ്ഥാനത്തില് കേരള സംസ്ഥാനത്ത് നിന്ന് തന്നെ ഇടുക്കിയുടെ ഈ മലയോര പ്രദേശമായ വാത്തിക്കുടിയില് ഇത്രയും നല്ലൊരു സംരംഭം സംഘടിപ്പിച്ച് ഇതിന്റെ പ്രവർത്തകരെ എല്ലാവരും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കൊച്ചു മുതൽക്കൂട്ടായി എടുത്ത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ 2 വ്യക്തികളിൽ നിന്നോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ മാത്രം നമുക്ക് ഈ സംഭാവനകൾ സ്വരൂപിക്കാൻ സാധിക്കുകയില്ല. ഇവരുടെ അഹോരാത്രമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്രയധികം ഫണ്ട് രൂപീകരിച്ച് കേരള സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ തന്ന വിഹിതം 500 കോടി രൂപയാണ്. എന്നാൽ തുച്ഛമായ ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് 6 കോടി രൂപ സ്വരൂപിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കയറിക്കിടക്കാൻ ഏറ്റവും അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് കയറിക്കിടക്കാൻ ഒരു പാർപ്പിടമാണ്. അവർക്ക് വേണ്ട കുടിവെള്ളവും അതിനുള്ള സൗകര്യവും അതിനേക്കാൾ ഉപരി പശ്ചാത്തല വികസനമാണ് നമുക്ക് പിന്നീട് കാണുന്നത്. പക്ഷേ ആ വീടിന് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ, ഇപ്പൊ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളുകളും ഇവിടെ നമ്മുടെ വാത്തിക്കുടി പഞ്ചായത്തില് തേക്കുന്നണ്ട് പ്രദേശത്ത് ഓരോ ആളുകളെയും കുടിയൊഴിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവരാരും ഞങ്ങളുടെ വീട് പോകും, ഞങ്ങളുടെ പശുക്കൾ പോകും, ഞങ്ങളുടെ മറ്റുള്ള കൃഷിനാശങ്ങൾ സംഭവിക്കും, ഞങ്ങൾ മാറുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എത്ര വിധാനം ജനപ്രതികളായ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾ അവിടുന്ന് പോരണം, പോന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകൂ എന്നുള്ള ഒരു പിടിവാശിയിൽ നിന്നുകൊണ്ടാണ് ആ ആളുകളെ ഞങ്ങൾ അവിടുന്ന് മാറ്റി പാർപ്പിച്ചത്. എങ്കിൽ പോലും ഒരു വെള്ളം കയറും എന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് നമ്മളെ ആളുകളെ മാറ്റി താമസിപ്പിച്ചപ്പോഴും ഒരു വീട് പൂർണ്ണമായി നഷ്ടപ്പെടുകയും ആ വീട്ടിൽ നിന്ന് 3 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഒരു ഡെഡ് ബോഡി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോഴും ഇതിന്റെ സംഘാടകരായ ആളുകൾ, എനിക്ക് തോന്നുന്നു 4:30 മണി സമയത്താണ് ഈ പ്രവർത്തനം നടക്കുന്നത്. 5:30 ആകുമ്പോൾ ഈ കാര്യം ഞങ്ങളെ ഫോണിൽ വിളിച്ചറിയുകയും ആ സമയം ഞാൻ 16-ാം ഖണ്ഡം പ്രദേശത്തെ ചെറുപ്പക്കാരായ കുട്ടികളെ വിളിക്കുമ്പോൾ അവർ 5:30 ഈ ആംബുലൻസുമായി ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. ഇന്നയാളെ എൻ്റെ ഒരു സഹപ്രവർത്തന ജനപ്രതിയുടെ സഹോദര കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇന്നതാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആരോ ജാതിയോ മതമോ അല്ലെങ്കിൽ വർഗീയ
രീതിയോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിക്കൊണ്ട് തോളോട് തോള് ചേർന്ന് നിന്ന് ഈ 16-ാം ഘട്ടം പ്രദേശത്തെ ചെറുപ്പക്കാരായ പിള്ളേർ, അതിലേറ്റവും പ്രധാനമായിട്ട് ഈ സംഘാടകരാണ് ഏറ്റവും പ്രധാനമായി എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. 5:30 സമയത്ത് ഞാൻ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ആംബുലൻസുമായി ആ സ്ഥലത്തെത്തിയെന്ന്. ഞങ്ങൾ രാവിലെ പോകുമ്പോഴേക്കും 7 മണി 8 മണി കഴിയുമ്പോഴാണ് ഞങ്ങൾ ജനപ്രതിനിധികളായ ആളുകളും അതുപോലുള്ള മറ്റുള്ള സഹപ്രവർത്തകരെല്ലാം അവിടെ എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഉടിൽ പൊട്ടി കീപ്പോട്ട് പോരുന്ന ഒരു രീതിയിൽ 2 പ്രദേശം നശിച്ചുപോയി. നടുക്കായിട്ട് 2-3 കുടുംബങ്ങൾ അവിടെ പാർക്കുന്നു, കുഞ്ഞു കുട്ടികളെ കൊണ്ട്. അവരുടെ ഭർത്താക്കന്മാർ ഈ നാട്ടിലെല്ലാം മറ്റു പരിപാടികളുമായി പുറത്തു പോയിരിക്കുന്നു. അവർക്ക് ഇങ്ങോട്ടൊന്ന് കടന്നു വരാൻ അവിടെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുകാരുണ്ട്, എല്ലാ വിധത്തിലുള്ള സജ്ജീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊന്ന് കടത്തിക്കൊണ്ട് വരാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സംഘാടക പ്രവർത്തനായ ഹാരിസ് ഒരു കുട്ടിയെ എടുത്ത് കയ്യിൽ പിടിച്ച്, ഞങ്ങളത് കണ്ടില്ല എങ്കിലും ആ സ്ത്രീ ഇന്നും പറഞ്ഞ് കരയും, കുട്ടിയെടുത്ത് കൈപ്പിടി. പോലീസുകാരൻ പറഞ്ഞു ജീവൻ പോയവർ പോയി, നിങ്ങളിനി അങ്ങോട്ട് പോകരുതെന്ന് പറയുമ്പോഴും ഈ ഹാരിസ് ഒരു കുട്ടിയെടുത്ത് കൈ പിടിച്ചിട്ട് നിങ്ങളുടെ റേഷൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട പ്രത്യേകമായി പൈസയോ സ്വർണമോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ജീവനാണ് വലുത്, കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെഴിച്ച് ഇപ്രഭാഗത്ത് കൊണ്ടുവന്ന് വിട്ട് അവർ കടന്നുപോയി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ വീടും നഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലെ ഒരു സന്ദർഭങ്ങൾ നമുക്കറിയാം. ഈ പ്രളയം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൽ വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ അറിയാതെ തന്നെ ദൈവത്തെ വിളിച്ചു പോയ ഒരു സംഭവമാണ്. തമ്പുരാൻ അനുഗ്രഹിച്ച് ഇത്രയും വലിയൊരു സംഘാടകർ, ഇത്രയും നല്ല രീതിയിലൊരു സംഘാടകർ ഇതുപോലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ വാത്തിക്കുടി പഞ്ചായത്തിലേക്ക് തന്നെ ഇതിൻ്റെ ജനങ്ങളെ കണ്ടെത്തുകയും അതിനുവേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്ത ഓരോരുത്തർക്കും പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. ഹിൽവാലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ MK അഷറഫ്, നമ്മുടെ ഈ പ്രൊജക്ട് ഈ നാടിന് സമർപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് നാസറുദ്ദീൻ എളമരം സാഹിബ്, SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ റോയ് അറയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റജി മുക്കാടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട ശ്രീ നോബിൾ ജോസഫ്, ശ്രീ CP ബഷീർ, ശ്രീമതി സുലേഖ ഇബ്രാഹിം, ശ്രീ പൊന്നപ്പൻ, ശ്രീമതി ഡോളി തോമസ്, സലാലുദ്ദീൻ VA, ശ്രീ ഷാനവാസ് ബക്കർ, പ്രിയപ്പെട്ട ശ്രീ സണ്ണി പൈമ്പിള്ളിൽ, ശ്രീ ജോസ് വർഗീസ്, മറ്റേ വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഒരു പ്രളയത്തെ അതിജീവിക്കുവാനുള്ള തത്രപ്പാടിലാണ് കേരളം. ഒരു നൂറ്റാണ്ടിലാദ്യമായി ഉണ്ടായ പ്രളയം, നമ്മളാരും പ്രതീക്ഷിക്കാതെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ നമ്മുടെ സർവ്വതും നഷ്ടപ്പെടുന്ന ദയനീയമായൊരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ കണ്ടു. ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പാതയിലാണ് ഇന്ന് കേരളീയ സമൂഹം. കേരളത്തിൻ്റെ വിവിധ തലങ്ങളിൽ മാത്രമല്ല, ലോകത്തുനിന്ന് മുഴുവൻ സഹായങ്ങളും സഹായഹസ്തങ്ങളും കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് സാഹിബിയോടെ സൂചിപ്പിച്ചു, മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ലോക ജനതയുടെ സാമീപ്യമായിരുന്നു കേരളം കണ്ടത്. അതിനേക്കാൾ അപ്പുറമായി ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുവാൻ മലയാളത്തിൻ്റെ നന്മ എന്താണ് എന്ന് നമ്മൾ കണ്ടു. അതിൽ ജാതിയും വർഗവും ഉണ്ടായിരുന്നില്ല. പണക്കാരനെന്നോ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ ദരിദ്രനെന്നോ ഒരു ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എങ്ങനെയാണ് ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയുക എന്ന ആ ഒരൊറ്റ ചിന്തയോടുകൂടി, സമാന ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ച ഒരു നാളുകളായിരുന്നു കേരളം. എങ്കിൽ പോലും ഇന്ന് അതിൽ നിന്നും കുറച്ച് പുറകോട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യവും. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ വന്ന ആളുകൾ ഉടുതുണി പോലും ഉടുതുണി മാത്രമായി ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച സമ്പാദ്യങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട് ദയനീയമായ സാഹചര്യത്തിൽ ആ ക്യാമ്പിൽ വന്ന് കിടന്നപ്പോൾ സുഭിക്ഷമായ ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ നാട്ടിലെ ആളുകൾ ഒരുക്കി കൊടുത്തു. 10-15 ദിവസക്കാലത്തെ ക്യാമ്പ് അധിവാസത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആ ശൂന്യത എന്താണ് എന്ന് കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാകുക.
ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ഭയാശങ്കയോടുകൂടിയാണ് കേരളത്തിലെ ആളുകൾ ഇന്ന് നോക്കിക്കാണുക. നമുക്കറിയാം, ഈ പ്രളയത്തിന് മുൻപ് പോലും കാർഷിക മേഖല തകർന്നിരുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ കഴിയുക എന്നുള്ള ഭയാശങ്കയോടുകൂടിയാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ആ പ്രളയത്തിന് ശേഷമുള്ള കാലഘട്ടം നമ്മുടെയൊക്കെ സങ്കല്പത്തിനപ്പുറമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ കേരളത്തിലെ ആളുകൾക്ക് കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല. നമുക്കറിയാം, ഒരു ഗവൺമെന്റിന് എത്രമാത്രം സഹായിക്കുവാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചർച്ചാ വിഷയമാണ്. നമുക്കറിയാം, ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 36,000 കോടി രൂപയുടെ നഷ്ടം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നും സഹായങ്ങൾ നമുക്ക് ലഭ്യമായപ്പോൾ ആ സഹായങ്ങൾ ലഭ്യമായിരുന്ന സഹായങ്ങൾ തന്നെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതും രാഷ്ട്രീയപരമായി നമ്മൾ കണ്ടു. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞ 700 കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടതും രാഷ്ട്രീയപരമായിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നമുക്ക് ചെറുതായി കാണുവാനോ കണ്ടില്ല എന്ന് നടിക്കുവാനോ കഴിയില്ല. നമുക്കറിയാം, ഇന്ന് അതിനുശേഷം നമ്മുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനം, നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നമുക്കറിയാം, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന ചില്ലി പൈസയാണ് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എന്ന് പറയുന്നത്. ആ ശമ്പളം ഒരു മാസത്തിൽ 3 ദിവസത്തെ ശമ്പളം, അങ്ങനെ 10 മാസക്കാലം കൊണ്ട് 1 മാസത്തെ ശമ്പളം ഈ നാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതിനെയും എതിർത്ത ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. ആ പ്രളയകാലത്തിൽ ഒരുമയോടുകൂടി നമുക്ക് നിൽക്കുവാൻ കഴിഞ്ഞു എങ്കിൽ അതിനുശേഷം പലപ്പോഴും നമ്മൾ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമുണ്ടായി എന്ന് പ്രിയപ്പെട്ട സാഹിബോട് സൂചിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി സൂചിപ്പിക്കുകയല്ല. എങ്കിൽ പോലും നന്മയുടെ കണികകളായി കേരളത്തിലെ പൊതുസമൂഹം മാറി എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ നന്മ നിറഞ്ഞ കണികയാണ് ഇന്ന് SDP-യും സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഇവിടെ സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി. ഇത് കേരളത്തിന് മാതൃകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റോ സന്നദ്ധ സംഘടനകൾക്കോ ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായി ഒരു നാട്ടിൽ 30 ആളുകൾക്ക് കിടപ്പാടമുണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഈ നാടിന്റെ മഹത്തരമാണ്, ഈ നാടിന്റെ നന്മയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചിട്ടും അവന്റെ ഒരു തുണ്ട് ഭൂമിയിൽ ചെറുതാണ് എങ്കിലും ബലവത്തായി ഒരു കുടിൽ കെട്ടിക്കിടക്കുവാൻ കഴിയുക എന്നുള്ളത് മലയാള മണ്ണിൽ ജനിച്ചു എങ്കിൽ എന്റെ അവകാശമായി കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതാരുടെയും ഔദാര്യമായിരുന്നില്ല. ആ ആവശ്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന പലപ്പോഴും പല സമീപനങ്ങളും സ്വീകരിച്ചപ്പോഴും ആ സമീപനത്തെ കരളോട് ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട SDP പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിവരാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ അത് സംശയവും വേണ്ട. ഈ നാടിന്റെ ആദരം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ നന്മയുടെ കണികകളായി ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് വളരുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനേക്കാൾ അപ്പുറമായി ഈ കുടുംബങ്ങൾ മാത്രമല്ല, ഈ നാടിന്റെ പ്രാർത്ഥന, ഈ സമൂഹത്തിന്റെ പ്രാർത്ഥന ഈ സംഘടനയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ നാട് SDP-യോടും സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോടും കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് പുനരധിവാസം ഒരുക്കി കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, നാളുകളിൽ അവരുടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാൻ കഴിയുന്ന പ്രക്രിയകൾ കൂടി ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. ഇവിടെ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള പ്രദേശം ഏതാണ്ട് ഇസ്രായേലിന് സമാനമാണ്. മുകളിലെ നേർച്ചപ്പാറ കുന്ന്, തൊട്ടു താഴെ 16-ാം കണ്ടം സമതലം പോലെ കിടക്കുന്ന പ്രദേശം, അവിടാണ് പുരകൾ പണിയുന്നത്. തൊട്ടു ചേർന്ന് മനോഹരമായ കുത്തുങ്കൽ തോട് ഒഴുകുന്നു. ഇത്രയും മനോഹരമായ യോജിച്ച ഒരു സ്ഥലം വീട് വയ്ക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിൽ വേറെ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ അതിന് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ SDP-യുടെ പ്രവർത്തകരെ വളരെ സന്തോഷപൂർവ്വം അനുമോദനം അർപ്പിക്കുകയാണ്. SDP എന്താണെന്ന് എനിക്കറിയില്ല, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചും എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ അവർ
കുറെ നാളുകളായി നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളെ ഞാൻ ആദരിക്കുന്നു. പ്രളയകാലത്ത് ഞാൻ ഓർക്കുന്നു, നൗഷാദും ഹാരിസും ഒക്കെ ഓടി നടക്കുകയായിരുന്നു. അന്ന് ആ ആംബുലൻസ് വിശ്രമിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അത്ര അനുസ്യൂതം ഇങ്ങനെ പാഞ്ഞു നടക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ നോക്കുമ്പോൾ ഹാരിസും നൗഷാദും അവരുടെ ഒരു വലിയ ആർമിയുണ്ട്. ആർമി എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന പട്ടാളം അല്ല കേട്ടോ, പ്രവർത്തന സജ്ജരായ കുറെ ചെറുപ്പക്കാരുടെ ഒരു വലിയ ടീം. അവര് രാത്രിയില് ചാക്കിനകത്ത് അരി കൊണ്ടുവന്നിട്ട് അത് കിറ്റുകളായി തിരിക്കുകയാണ് പ്രളയത്തിന് ഇരയായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ. മുരിക്കാശ്ശേരി റോട്ടറി ക്ലബ്ബ് വാത്തുകുടി പഞ്ചായത്തില് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചപ്പോ റോട്ടറി ക്ലബ്ബും മുരിക്കാശ്ശേരി മർച്ചന്റ് അസോസിയേഷനും, നാട്ടിൽ രാഷ്ട്രീയക്കാർക്ക് എപ്പോ കാശ് ആവശ്യം വന്നാലും ആദ്യം ഇറങ്ങുന്നത് കടകളിലേക്കാണ്, വ്യാപാരികളുടെ അടുത്തേക്കാണ്. നാട്ടിൽ ആളുകൾക്ക് എപ്പോ ദുരിതം സംഭവിച്ചാലും ഉദ്യോഗസ്ഥന്മാർ ആദ്യം സമീപിക്കുന്നതും വ്യാപാരികളെയാണ്. രാജപുരം പാരീഷ് ഹാളിൽ ആണ് ആദ്യം ക്യാമ്പ് തുടങ്ങുന്നത്, ഓഗസ്റ്റ് 8-ാം തീയതി 15-ാം തീയതിക്കും ഇടയ്ക്ക്. അത് കഴിഞ്ഞ് 516 പേരെയും കൊണ്ട് പാവനാത്മാ കോളേജിൽ ക്യാമ്പ് തുറന്നു. ഈ രണ്ട് ക്യാമ്പ് തുറക്കുമ്പോഴും അരി ഇഷ്ടം പോലെ വന്നു. പലവ്യഞ്ജനങ്ങളോ കറി വെക്കാനുള്ളതോ മറ്റ് മസാലക്കൂട്ടുകളോ ഒന്നുമില്ല. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും വിളിച്ചപ്പോ ആദ്യം അവിടെ ഓടിയെത്തിയത് മുരിക്കാശ്ശേരിയിലെ വ്യാപാരി സമൂഹമാണ്. തൊട്ടൊപ്പം തന്നെ വിവിധ സഹായ പദ്ധതികളുമായി, ആൾ സഹായം അടക്കമുള്ള പദ്ധതികളുമായി ഓടിയെത്തിയത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിട്ടുള്ള ചുണക്കുട്ടന്മാരാണ്. ഞാൻ അവരെ ആ സന്ദർഭത്തിൽ സത്യത്തില് നന്ദിയോടെ ഓർത്തു. പുര നിർമ്മിച്ചു നൽകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടും ഈ ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഞാൻ ഓർക്കുകയാ, മുരിക്കാശ്ശേരിയിലെ റോട്ടറി ക്ലബ്ബ് ഒരു 7 വീട് 500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള 5,80,000 രൂപ എസ്റ്റിമേറ്റ് ഉള്ള ഒരു 7 വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി. റോട്ടറിയുടെ ഇന്റർനാഷണൽ ഫണ്ട് കിട്ടി. ഒരു 30 സെന്റ് സ്ഥലം വേണം ഈ 7 വീട് വെച്ചു കൊടുക്കാൻ. മിനിമം സ്ഥലം വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഫണ്ട് കിട്ടത്തുള്ളൂ. സ്ഥലം അന്വേഷിച്ച് നടന്നു, കിട്ടിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങളെ സമീപിച്ചിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു. പിന്നെ ഒടുവില് നമ്മുടെ സ്നേഹ മന്ദിരത്തിലെ രാജു ബ്രദർ ഒരു 30 സെന്റ് സ്ഥലം തന്നു. അവിടെ നമ്മൾ 7 വീടിന്റെ പണി ആരംഭിച്ചു. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ഇവിടെ സംസാരിച്ചപ്പോ ഉദ്ഘാടകൻ ഒരു 5-6 പ്രാവശ്യം മനുഷ്യത്വപരമായ എന്ന് സൂചിപ്പിച്ചു. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ മനുഷ്യത്വം ഉള്ളവൻ എന്ന് തന്നെയാണ്. ആ മനുഷ്യത്വത്തിന്റെ മൂർത്ത ഭാവമായി ഇന്ന് SDPIയും പോപ്പുലർ ഫ്രണ്ടും മാറിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയുള്ളത്, വലിയ സമുദായ സംഘടനകളും വലിയ ഫണ്ടിങ് ഉള്ള ഏജൻസികളും സംഘടനകളും ഒക്കെ മുരിക്കാശ്ശേരിയിലും വാത്തുകുടി പഞ്ചായത്തിലും ചുറ്റുവട്ടത്തും ഉണ്ട്. പ്രളയകാലത്ത് ഇവരൊന്നും കണ്ടില്ല. ചില ആളുകൾ ചിലർ ചെയ്യുന്ന പ്രവർത്തനത്തെ കളിയാക്കി സംസാരിക്കാറുണ്ട്. ചിലർ പറയും ഫോട്ടോ എടുക്കാൻ, പത്രത്തിൽ വരാൻ ഒക്കെ വേണ്ടിയാണ് ചിലര് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതെന്ന്. ഫോട്ടോ എടുക്കണമെങ്കിൽ ചാരിറ്റി പ്രവർത്തനം നടത്തണ്ടേ? നടത്താതെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നൗഷാദിന് ഭാര്യയും കുട്ടികളെയും വീട്ടിനകത്തിരുത്തിയിട്ട് ആരെങ്കിലും ഒരാളെ അകത്ത് വിളിച്ചു കയറ്റി ഫോട്ടോ എടുത്ത് ചാരിറ്റി എന്ന് പറയാൻ പറ്റുമോ? സമൂഹം അറിഞ്ഞു ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രചാരണം തന്നെ കൊടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പൊ അങ്ങനെ പ്രചാരണം കൊടുക്കാൻ പറ്റാതെ പോകുന്ന ആളുകളാണ് ഇത്തരം ഈ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കാൻ, അല്ലെങ്കിൽ അത് പത്രത്തിൽ വരാനുള്ള ഒരു അഭ്യാസമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കളിയാക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പോപ്പുലർ ഫ്രണ്ട് എന്ന പേര് നിങ്ങൾ സ്വീകരിച്ചത് എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ പോപ്പുലർ ആണ് നിങ്ങൾ. ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിലുണ്ട്. സാഹോദര്യവും സൗഹൃദവും മനുഷ്യത്വവും ഉള്ളത് കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന പദം ഒത്തു. പോപ്പുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിയ ഖ്യാതിയുള്ള ആളുകളുടെ ഒരു സമൂഹമാണ്. പോപ്പുലർ ഫ്രണ്ട് നല്ല ഖ്യാതിയുള്ള
മനുഷ്യത്വപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂട്ടായ്മയാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആദ്യം ഞാൻ കരുതിയത് ഈ പോപ്പുലർ ഫണ്ട് കേരളത്തിലൊക്കെ ഉള്ളൂ എന്നാണ് കേട്ടോ. പക്ഷേ തമിഴ്നാട്ടിലും ഒറീസയിലും ആസാമിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ബ്രൗഷർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഉമാര് ചെറിയ പാർട്ടിയല്ല കേട്ടോ, വലിയ പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ബ്രോഷർ കണ്ടപ്പോഴാണ്. നന്നായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതായാലും വലുതായാലും പ്രചരണം ആവശ്യമാണ്. അത് വേണം, എങ്കിലേ ആളുകൾ തിരിച്ചറിയൂ. പണ്ട് കാലത്ത് പോപ്പുലർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വേറെ അർത്ഥങ്ങളാ മനുഷ്യർ കൊടുത്തിരുന്നത്, അല്ലേ? പറയണ്ടല്ലോ, വേറെ അർത്ഥങ്ങൾ. ഇവർക്ക് കണ്ടെയ്നർ കണക്കിന് പണം വേറെ ഏതോ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞു കൂട്ടിയ സമൂഹമാണ് നമ്മുടേത്. മലയാളികളുടെ ഒരു കുഴപ്പം എന്നറിയോ, ഏത് നന്മയിലും എന്താണ് അതിനകത്ത് ചൂഴുന്ന അല്പം കുഴപ്പം കാണാവുന്നത് എന്ന് ചിന്തിക്കും. കവി പാടിയിട്ടുണ്ട്, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഒരു പശുവിന്റെ അകട്ടിൽ 10 ലിറ്റർ പാൽ കറന്നെടുക്കാനുണ്ടെങ്കിലും കൊതുക് അവിടെ കടിച്ച് ഇത്തിരി പാൽ കുടിച്ചേക്കാന്ന് വെക്കുവോ? ഇല്ല. ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് കുത്തി ചോര മാത്രമേ കഴിക്കത്തുള്ളൂ. ആ സ്വഭാവമുള്ള ആളുകൾക്ക് ചിന്തകളിലെങ്കിലും പോപ്പുലർ ഫണ്ടിനെ പറ്റി ഒരു മാറ്റം ചിന്തിക്കാൻ തമിഴ്നാട്ടിലുള്ള ആളുകൾ 50 ലക്ഷം രൂപ കൊടുത്തതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, മലയാളികളെക്കാൾ, ഞാനും മലയാളിയല്ലേ, മലയാളികളെക്കാൾ മനുഷ്യത്വമുള്ളത് തമിഴന്മാർക്കാണ്. ഇടുക്കിയിലെ പ്രളയകാലത്ത് ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പിലും അല്ലാതെ കുടുംബങ്ങളിലും കഴിഞ്ഞ ആളുകൾ അന്നത്തിന് മുട്ടില്ലാതെ ഭക്ഷണം കഴിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് ടൺ കണക്കിന് വന്ന, കണ്ടെയ്നർ കണക്കിന് വന്ന ഭക്ഷ്യവസ്തുക്കളാണ്. അതിൽ ഒരു ലോഡോളം നമുക്കും കിട്ടി. റോട്ടറി ക്ലബിന്റെ ഒരു ഖ്യാതി പരിഗണിച്ചുകൊണ്ട് അവർ 1 ലോഡോളം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളത് ഇവിടെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 98 വീട്ടുകാർക്കും 368 ഭാഗികമായി നഷ്ടം സംഭവിച്ച ആളുകൾക്കും കൊടുത്തു. ഇഷ്ടം പോലെ കൊടുത്തു. അതെല്ലാം തമിഴ്നാട്ടുകാരുടെ ഒരു ഹൃദയ വിശാലതയാണ്. നേരെ മറിച്ച് അവിടെ ഒരു ചെറിയ കാറ്റൂതി, ഓർക്കുന്നുണ്ടാവും അല്ലേ? ആ കാറ്റിന്റെ പേരിന് എന്തോ ഒരു കാറ്റൂതി അവിടെ. ആ കാറ്റൂതിയപ്പോ ആ ഗജ ഊതിയപ്പോ നമ്മുടെ ജില്ലാ കളക്ടർ സഹായം അഭ്യർത്ഥിച്ചു. വലിയധികം സഹായമൊന്നും വേണ്ട, കുറച്ച് മെഴുകുതിരി അടക്കമുള്ള സാധനങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തയക്കണമെന്ന് പറഞ്ഞു. എത്ര പോയിന്ന് നമുക്കറിയാം. അതാണ് മലയാളിയും തമിഴും തമ്മിലുള്ള വ്യത്യാസം. 2018 തുള്ളികളായി ചാടിയ മഴ ജലഭീരങ്കിയായി മാറുകയും കേരളത്തിലെ ഡാമുകൾ ജലബോംബുകളായി വർഷിക്കുകയും ചെയ്ത് ഗുരുതരമായ പ്രളയം നമ്മുടെ കേരളത്തെ ഞെട്ടിക്കുക മാത്രമല്ല, നമ്മുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്ക് ജനവിഭാഗങ്ങളുടെ ഭൂമിയും വീടും ജീവനും കൃഷിസ്ഥലങ്ങളും വളർത്തുമൃഗങ്ങളെയുമെല്ലാം കവർന്നെടുക്കുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞത് മഴ മാത്രമല്ല, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളും പല സ്ഥലങ്ങളിലായി പാളിച്ചകൾ സംഭവിച്ചു എന്നത് പരക്കെ യാഥാർത്ഥ്യമായ ഒരു സത്യമാണ്. ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അന്നുണ്ടായ ആ പ്രളയം, പേമാരിയിൽ എല്ലാം നഷ്ടപ്പെട്ട്, സർവ്വതും നഷ്ടപ്പെട്ട്, വ്യാപകമായ വിശപ്പ്, അത് ആശനശിക്കലായും മരണവിലാപമായും കനീവിച്ച ദുഃഖവുമായി നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വെളിയിലുള്ള അന്യസംസ്ഥാനക്കാരും കേരളത്തിലുള്ള സഭകളും രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബുകളും എന്ന് വേണ്ട സർവത്ര സ്ഥാപനങ്ങളും ജാഗരൂകരാകുകയും പ്രതിപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. സുഹൃത്തുക്കളെ, എനിക്ക് പറയുവാനുള്ളത്,
കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പരിവർത്തിത ക്രൈസ്തവ സമുദായങ്ങളുടെ ഏകീകരണ പ്രസ്ഥാനമായ ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ, അതിൻ്റെ ജില്ലയിലെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ഈ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മരണത്തെ മുഖാമുഖം കണ്ട തോട്ടം തൊഴിലാളികളായിട്ടുള്ള പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ദളിത് ക്രൈസ്തവരും അടങ്ങുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ബിഷപ്പിന് വേണ്ടി നിലവിളി കൂട്ടുകയാണ് ഉണ്ടായത്. ആ ബിഷപ്പിൻ്റെ നിലവിളി കേട്ട് SDPIയുടെ പ്രവർത്തകർ എന്നോട് വിളിച്ചു ചോദിച്ച്, എന്താണ് സാറേ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇന്ന മേഖലകളിൽ ആളുകൾ ഗുരുതരമായ പട്ടിണിയിലാണ്, അവർ മരണത്തെ നേരിട്ട് മുഖാമുഖം നേരിടുകയാണ്, അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. അവർ സത്യത്തിൽ ഞാൻ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഹാരിസും സുഗതനും ശിവുവും ഒക്കെയും അവരുടേതായ സഹായങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്ത്, ആ സഹായത്തിന് 1000 നന്ദി പറയുവാൻ എൻ്റെ സംഘടനയുടെ സഹപ്രവർത്തകർ എന്നെ ഇന്ന് രാവിലെ കൂടി വിളിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ്റെ എല്ലാവിധ നന്ദിയും ആശംസകളും ഈ യോഗത്തിൽ വെച്ച് അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഇന്ന് വരെയും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ദളിത് ക്രൈസ്തവരും സർക്കാരിൽ നിന്നോ ഇതര ഏജൻസികളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ സമുദായ അംഗങ്ങളും എന്നോട് പറഞ്ഞത്, ഈ 30 വീടുകൾ തീരുന്നതോടൊപ്പം തന്നെ, അത് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ, അത് കൈമാറുന്നതോടൊപ്പം തന്നെ ആ 30 വീടുകളിൽ 3 വീടുകൾ ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ നേതൃത്വത്തിൽ പൂർണ്ണമായി പെയിന്റ് ചെയ്ത് കൊടുക്കുവാൻ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, ചർച്ച് ആക്ടിനെ കുറിച്ച് പറയുന്നില്ല, ജലബോംബുകളെ കുറിച്ച് പറയുന്നില്ല. നമ്മുടെ നാട്ടിലെ കണ്ണീരൊപ്പുവാൻ SDPക്ക് കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുരിക്കാശ്ശേരിക്കാർക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുരിക്കാശ്ശേരിയുടെ കിഴക്ക് ഭാഗത്ത് സ്നേഹ മന്ദിരമാണ് ഉള്ളത്. മുരിക്കാശ്ശേരിയുടെ തെക്ക് ഭാഗത്ത്, മുരിക്കാശ്ശേരിയുടെ വടക്ക് ഭാഗത്ത് സ്നേഹഭവനാണ് ഉള്ളത്. മുരിക്കാശ്ശേരിയുടെ സെന്റർ ഭാഗത്ത് പെയിൻ കെയർ ആണുള്ളത്. ഇപ്പോൾ ഇതാ മുരിക്കാശ്ശേരിയുടെ തെക്ക് ഭാഗത്ത് വീടില്ലാത്ത, പാർപ്പിടമില്ലാത്ത, കിടന്നുറങ്ങാൻ അവസരമില്ലാത്ത, അനാഥരായ, നിർധനരായ 30 പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാനുള്ള തീരുമാനമായി SDPIയും പോപ്പുലർ ഫ്രണ്ടും തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ മുരിക്കാശ്ശേരിക്കാർക്ക് എന്നും സ്മരിക്കാൻ കഴിയുന്ന, അഗതികൾക്ക് എന്നും സ്മരിക്കാൻ കഴിയുന്ന, നിലാരംബർക്ക് എന്നും സ്മരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മുരിക്കാശ്ശേരി ജനവിഭാഗങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിനെ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അതുപോലെ തന്നെ ഇന്ത്യൻ ദലിത് ഫെഡറേഷന്റെ എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ പിന്മാറുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഡോക്ടർ BR അംബേദ്കർ. ഏതായാലും ഇതിൻ്റെ സംഘാടകൻ എന്ന നിലയിൽ ഞാൻ ആദ്യമായി സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഒരു 2 മണിക്കൂർ മുമ്പ് ഇവിടെ ഇങ്ങനെ യോഗം നടത്താൻ പറ്റുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അതുപോലെ മഴ പെയ്ത് നമ്മൾ ഈ വേദിക്ക് ഇങ്ങനെ ഒരു മേൽക്കൂര ഇട്ടിരുന്നില്ല. അപ്പോൾ ശക്തമായ മഴ പെയ്യുകയും ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പാടുപെട്ട ഇവിടുത്തെ പ്രവർത്തകരുടെ മുഖത്തോട് നോക്കുമ്പോൾ ഈ പ്രോഗ്രാം നടന്നില്ലെങ്കിലോ എന്നുള്ള അവരുടെ മുഖത്ത് കാണുന്ന ആശങ്കയും വേദനയും വിഷമവും കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നുപോയൊരു സമയം. പക്ഷെ അതിനുശേഷം വളരെ ഭംഗിയായി നമ്മൾ മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ഇതിവിടെ നടത്താൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം മനുഷ്യത്വം, അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയുണ്ടായി. എന്തായാലും മനുഷ്യത്വം മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും നമ്മൾ കാണാതെ വിളിച്ചവരായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ കണ്ടില്ല, ഫോണിലാണ് വിളിച്ചത്. സമയപരിമിതി മൂലം വിളിച്ച്
പക്ഷേ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞവരാണ് ഭൂരിപക്ഷം ആളുകളും. പിന്നെ സങ്കടകരമായ ഒരു വിഷയം കണ്ടുവിളിച്ചവരാണ് കൂടുതൽ വരായിരുന്നെന്നുള്ളതാണ്. അവർക്ക് അവരുടെ തിരക്കുകളുണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഒരു മഹത്തായ കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന് സർവ്വ പിന്തുണ നൽകുന്ന എല്ലാ ആളുകൾക്കും ഇത് പൂർത്തിയാക്കുന്നോടം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഇത് ഇടയ്ക്ക് നിന്നു പോവാതെ എല്ലാ സഹായവും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP എന്ന് പറയുന്ന ഈ സംഘടന ഇവിടെ വന്നപ്പോൾ ഈ പ്രസ്ഥാനത്തെ ഇത്രയധികം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയും ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് നല്ല ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ സഹപ്രവർത്തകരായ ഇടുക്കി മണ്ഡലത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരുണ്ട്. ശ്രീ ഹാരിസ്, അതോടൊപ്പം തന്നെ അജി, നൗസർ, ഉമ്മീൻ, സുഗതൻ ചേട്ടൻ, ഷിബു ചേട്ടൻ, അങ്ങനെ തുടങ്ങിയുള്ള അസീസിക്ക തുടങ്ങിയ പേരുകൾ വിട്ടുപോയിട്ടുള്ള ആളുകൾ ക്ഷമിക്കുക. അത്തരം മുഴുവൻ ആളുകളെയും നിങ്ങൾ ഈ നാട്ടിലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുവാനും അവരെ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനും കഴിയുന്ന അവസരമുണ്ട്. ആ അവസരങ്ങൾ ഈ നാട്ടിലെ ആളുകൾ പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങളും ഒരു പങ്കാളിയാകുവാൻ നിങ്ങളൊരു അവസരം തരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വങ്ങൾ ഞങ്ങളുടെ സംസാരങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സഹോദരിമാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, ഈ 2018 ഓഗസ്റ്റ് മാസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഴ തുടങ്ങിയ സെപ്റ്റംബർ മാസം തൊട്ട് തന്നെ നമ്മൾ ജനങ്ങളുടെ ഭയവും ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു. ഓഗസ്റ്റ് മാസം നമ്മുടെ ജില്ലയിൽ ഏകദേശം 33ഓളം ഡാമുകൾ നിറഞ്ഞു നിൽക്കെ തോരാതെ പെയ്ത മഴ ഉരുൾപൊട്ടലായി മാറിക്കൊണ്ട് ഇപ്പോഴും 7ഓളം ബോഡികള്, നമ്മുടെ സഹോദരന്മാരുടെ ശവശരീരങ്ങള് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ജനങ്ങളുടെ സംരക്ഷണത്തിനായി ഇടുക്കിയുടെ എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരുകയും നമ്മളാൽ കഴിയുന്നതും സംസ്ഥാനത്തിന്റെ മറ്റിതര ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ പുറത്തു നിന്ന് കിട്ടിയ